ഗൈസ് അതിന് മുന്നായി നിങ്ങൾക്ക് എൻ്റെ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കൃത്യമായിട്ട് അറിയിക്കാം. അപ്പൊ പറഞ്ഞു വരുന്നതെന്ന് പറഞ്ഞാൽ കിച്ചണിൽ അനുമോള് പാചകം ചെയ്തുകൊണ്ടിരിക്കുന്നത്. അനുമോളെയാണ് വീണ്ടും ഇവർ കിച്ചണിലേക്ക് ഇട്ട്. കാരണം അനുമോൾ എന്ത് പറഞ്ഞാലും അനുമോള് നല്ല അടിപൊളിയായിട്ട് ഫുഡ് ഉണ്ടാക്കും. പിന്നെ അനുമോൾ എന്ന് പറയുമ്പോൾ എല്ലാവർക്കും യഥാർത്ഥത്തിൽ പറഞ്ഞാൽ കിച്ചൺ ടീം കഴിഞ്ഞ ബിഗ് ബോസ് സീസണുകളിലേക്ക് കിച്ചൺ ടീം എന്ന് പറഞ്ഞാൽ കൃത്യമായി ഭക്ഷണം ഉണ്ടാക്കും. അതനുസരിച്ച് കൊടുക്കുന്ന സമയമാകുമ്പോഴത്തേക്ക് എല്ലാവരും വന്ന് ഫുഡ് വാങ്ങിച്ചുകൊണ്ട് പോകുക, അല്ലെങ്കിൽ ഫുഡ് വിളമ്പി കൊടുക്കുക. ഇതാണ് കൃത്യമായി ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷേ ഈ ഒരു സീസൺ വന്നപ്പോഴത്തേക്ക് എല്ലാവരും കിച്ചണിന്റെ പാചകത്തിന്റെ മുന്നിൽ വന്നങ്ങ് നിൽക്കുകയാണ്. കിച്ചൺ ടീമിന് കൃത്യമായിട്ട് ഫുഡ് ഉണ്ടാക്കാനായിട്ട് മനസമാധാനത്തോടെ ഫുഡ് ഉണ്ടാക്കാൻ പറ്റുന്ന അവർക്ക് ഒരു തരത്തിലും ഒരു എന്താ പറയുക, ഇത് മെന്റൽ ടോർച്ചറും അവരെ ടോർച്ചർ ചെയ്യുവാണ്. ഇതാണ് എനിക്ക് കാണാൻ പറ്റിയത്. അപ്പം ഇപ്പോൾ വീണ്ടും അനുമോളെ കിച്ചൺ ടീമിലേക്ക് അപ്പാനി ക്യാപ്റ്റനായി വന്നപ്പോൾ കിച്ചൺ ടീമിലേക്ക് തിരഞ്ഞെടുത്തു. അപ്പൊ ഫുഡ് ഉണ്ടാക്കുക എന്നല്ല, എല്ലാവർക്കും കിട്ടണമല്ലോ, റേഷൻ പോലുള്ള ഫുഡല്ലേ. അപ്പൊ ഇന്നത്തെ ദിവസം എല്ലാം കിട്ടിയാലും ആഴ്ച വീക്കെൻഡ് ആകുമ്പോഴത്തേക്ക് എല്ലാം തീരുന്ന ഒരവസ്ഥയാണ്. അപ്പൊ അതനുസരിച്ച് പിടിച്ചു വേണ്ടേ ചെലവാക്കാൻ. അപ്പോൾ സ്വേച്ഛാധിപതികളായി എത്തിയ, അപ്പൊ ഞാൻ അതിനെക്കുറിച്ചുള്ള വീഡിയോ ഇടാം. സ്വേച്ഛാധിപതികളെ തിരഞ്ഞെടുത്തു. സ്വേച്ഛാധിപതികളായി ആരൊക്കെയാണ്? നിവിനും ജിസേലുമാണ്. അപ്പൊ ഏറ്റ ടീമാണ്. കാരണം കട്ട് തിന്നുക എന്നുള്ളതാണ് നിവിന്റെ ഏറ്റവും വലിയ ഹോബി. അപ്പോൾ സ്വേച്ഛാധിപതികളായി കഴിഞ്ഞപ്പോഴത്തേക്ക് നിവിൻ ഈ ദോശ ചുട്ടുകൊണ്ടിരുന്ന ദോശ ഓരോന്നോരോന്നോരോന്നായിട്ട് എടുത്ത് കഴിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ എന്ത് ചെയ്തു? പിന്നെ അനു പറഞ്ഞു എല്ലാവരും ഒരുമിച്ച് കഴിക്കാന്ന്. പക്ഷെ റൂളാണ് അവിടെ. കാരണം രാജാവ് പറയുന്നതാണ് അവിടെ അനുസരിക്കേണ്ടത്. അപ്പൊ അനു ഒരു വീട്ടമ്മയാണല്ലോ, വീട്ടിൽ എല്ലാവർക്കും ഫുഡ് കൊടുക്കണ്ടേ എന്നുള്ളൊരു കൺസെപ്റ്റ് വെച്ചിട്ട് 4 ദോശ ഒരുമിച്ച് എടുത്തോണ്ട് പോയി പല പ്രാവശ്യമായിട്ടും. എന്ന് കഴിഞ്ഞിട്ട് പഞ്ചസാര പാട്ട തുറന്ന് ഇഷ്ടംമാതിരി പഞ്ചസാര കോരിയിട്ട് അതും കഴിക്കുന്നു. അപ്പൊ ഇങ്ങനെയുള്ള അവർക്ക് ഇഷ്ടമുള്ള കാര്യങ്ങളെല്ലാം ചെയ്യുന്നു. പിന്നെ അവർക്ക് ഇഷ്ടമുള്ള അവിടെ ഗ്രൂപ്പിസമാണല്ലോ, അപ്പാനി ഗ്രൂപ്പ്, അപ്പാനി, അക്ബർ, അതേപോലെ തന്നെ റെന ഫാത്തിമ, അങ്ങനെ കുറെ ആൾക്കാരുണ്ടല്ലോ. ആ ഗ്രൂപ്പിസം, ആ ഗ്രൂപ്പ് ഒരു വശത്ത്, അനുമോള് ഇപ്പുറത്തെ വശത്ത്. അനുമോളെ സപ്പോർട്ട് ചെയ്യാൻ ഒരാളിനെയും ഞാൻ അവിടെ കണ്ടില്ല. പിന്നെ ആകപ്പാടെ എന്തോ സപ്പോർട്ട് ചെയ്യാൻ, അതും വർത്തമാനത്തിൽ കൂടെ വായിൽ കൂടെ സപ്പോർട്ടൊന്നും ചെയ്തില്ല. ആരാണ്? ശൈത്യ. ആദില, നൂറയും സപ്പോർട്ട് ചെയ്തിട്ടില്ല. അവർ ഒന്നും പറഞ്ഞിട്ടില്ല എന്ന് മാത്രമല്ല, ആരും അനുമോളെ സപ്പോർട്ട് ചെയ്യില്ല. അനുമോൾ ഒറ്റയ്ക്ക് തന്നെയാണ് അവിടെ ഫൈറ്റ് ചെയ്തത്. കിച്ചണിൽ നിന്ന് മാറടി എന്ന് പറയുവാണ്. അപ്പം അനുമോള് പറഞ്ഞു ബിഗ് ബോസ് പറഞ്ഞിട്ടേ ഞാൻ മാറത്തുള്ളൂ. അങ്ങനെ വഴക്കായിരുന്നു, ഫുള്ള് വഴക്കാണ്. അപ്പോൾ ഇതിനകത്ത് വന്നിട്ട് ഇവന്മാര് വന്ന ഒരു പെങ്കൊച്ചിനെ തള്ളി മാറ്റുന്ന, കിച്ചണിൽ നിന്ന് തള്ളി മാറ്റുന്ന ഇവന്മാർ ആരാണ്? അതെന്നൊക്കെ അക്ബർ എന്ന് പറയുന്ന അവൻ വന്ന് ചോദിക്കുന്ന, നീ ആരടി? ആര് നീ എന്നൊക്കെ വിളിക്കാനായിട്ട്? അല്ല, ഞാൻ അറിയാൻ ചോദിക്കുവാണ്. അപ്പം ഇവൻ ആരാണ് നീ എന്നൊക്കെ ഒരു പെണ്ണിനെ വന്ന് വിളിക്കാൻ വേണ്ടിയിട്ട് ഇവൻ ആര്? ഇവന്റെ വീട്ടിലുള്ള വല്ല പെണ്ണുങ്ങളും ആണോ നീ എന്നൊക്കെ വിളിക്കാൻ വേണ്ടി? പിന്നെ അവള് വന്ന് നീ ആരാടാന്ന് ചോദിച്ചു. അപ്പോൾ പിന്നെ അവള് ചെയ്യുന്ന ജോലികൾ അവൾ കൃത്യമായിട്ട് ചെയ്തു. ഞാൻ ചെയ്യുന്ന ജോലികൾ ഞാൻ കൃത്യമായിട്ട് ചെയ്യും. എന്നോട് ബിഗ് ബോസ് കിച്ചൺ ടീമിൽ നിന്ന് മാറുക അനു മോളെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ അപ്പം തന്നെ മാറും. നിങ്ങൾ എന്നെ ഒരു പ്രാവശ്യം ആക്കി തന്നെ, നിങ്ങൾ പറയുമ്പോൾ മാറാനല്ല ഞാനിവിടെ വന്നിരിക്കുന്നത്. അത് കൃത്യമായ കാര്യങ്ങൾ.